ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ 2010-ലാണ് ഫസ്റ്റ് ഫിലിം അല്ലേ, കാര്യസ്ഥൻ. അതിനുശേഷം ഇപ്പോ 2023-ലാണ് ആദ്യ. സോ ഇറ്റ്സ് എ ഗ്യാപ്പ് ഓഫ് 13 years. ഈ 13 years ഒന്ന് ഫിൽ ഇൻ ദ ഗ്യാപ്സ് ഒന്ന് ചെയ്തു തരുമോ? വാട്ട് വാസ് ഇറ്റ് ലൈക്ക്? കുറേ തമിഴ് മൂവീസ് ഉണ്ടായിരുന്നു. വാട്ട് വാസ് ദ ജേർണി ലൈക്ക്? എൻ്റെ ജേർണി എന്ന് പറയുന്നത് ഭയങ്കര ഗ്രാജുവൽ ആയിരുന്നു. ഞാൻ താഴെ നിന്ന് തുടങ്ങിയതാണ്. അതായത് എൻ്റെ ഫസ്റ്റ് സിനിമ കാര്യസ്ഥൻ വരുന്ന സമയത്ത് ഈ വനിതയിൽ ഫോട്ടോ കോൺടെസ്റ്റ് വരുമല്ലോ. സോ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ടേ ഈ ആഗ്രഹം കൊണ്ട് നമ്മളിപ്പോൾ സ്കൂളിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ ഓടിക്കളിക്കുമ്പോഴൊന്നും ഞാൻ കൂടെ പോയി കളിക്കില്ല. ഞാൻ അപ്പം തൊട്ടേ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു ഈ കാര്യത്തിൽ. ഇത് ചിലപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ ആൾക്കാർ പറയാം ചുമ്മാ തള്ളുക എന്ന് പറയും, പക്ഷെ അല്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് കളിക്കുമ്പോൾ ഞാൻ കൂടെ പോയി കളിക്കില്ല. കാരണം ഞാൻ വീണ കൈയും കാലും ഒക്കെ മുറിയും, ഇത് സിനിമയെ കാണുമ്പോൾ വൃത്തികേടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുപ്പം തൊട്ട് ഐ വാസ് പ്ലാൻഡ്. പക്ഷെ ഇതെങ്ങനെ ഈ പ്രോസസ്സ് നടക്കും, ഞാനിത് എങ്ങനെ ഇവിടെ എത്തുന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, ഇത് ചെറുപ്പം തൊട്ട് എൻ്റെ വീട്ടുകാർക്കും അറിയാം. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഒരു ഫോട്ടോ കോൺടെസ്റ്റ് വന്ന സമയത്ത് എൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് വനിതയുടെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഫസ്റ്റ് പേജിൽ താഴെ ഒരു ചെറിയൊരു കോളത്തിൽ ഒരു ഫോട്ടോ വരുമല്ലോ. അപ്പൊ ആ ഫോട്ടോ കോൺടെസ്റ്റിൽ എൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്ത് വന്നു. അങ്ങനെയാണ് ദറ്റ് ഈസ് ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ്. ആ ഫോട്ടോ കണ്ടിട്ടാണ് എന്നെ ഒരു കോർഡിനേറ്റർ വിളിച്ചിട്ട് ഇങ്ങനെ കാസ്റ്റിംഗ് നടക്കുന്നുണ്ട്, കാര്യസ്ഥൻ എന്ന് പറയുന്ന സിനിമയുടെ കാസ്റ്റിംഗ് നടക്കുന്നുണ്ട്, പോണെന്ന് പറഞ്ഞ് ഐ വെന്റ് ടു ദി സ്റ്റുഡിയോ, സോറി ടു ദി ഡയറക്ടേഴ്സ് ഓഫീസ് വിത്ത് അച്ഛൻ അമ്മ രണ്ടുപേരുമാണ് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പം ഏത് റോളിനാന്ന് പോലും എനിക്ക് അറിയില്ല. അപ്പം ഞാൻ അവിടെ പോകുന്നു. അപ്പം ഇങ്ങനെ 3 ക്യാരക്ടേഴ്സാണ് അവർ ഓപ്ഷൻസിൽ വെച്ചിരുന്നത്. അപ്പം എൻ്റെ പ്രായമൊക്കെ നോക്കിയിട്ട് ഈ സിസ്റ്റർ ക്യാരക്ടർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഈസ് ഹൗ ഐ വെന്റ് ദെയർ. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ആ സിനിമ ചെയ്യുന്നു. കാര്യസ്ഥനിൽ ഞാൻ അഭിനയിച്ചു എന്ന് പോലും പറയാൻ പറ്റില്ല, കാരണം അവിടെ എവിടെയൊക്കെ കാണുന്നു, 2-3 സീൻസിലൊക്കെ കാണുന്നു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് എൻ്റെ ഫോട്ടോ അവിടുന്ന് ശിവചേട്ടൻ കണ്ടിട്ട് ശിവചേട്ടനാണ് പ്രഭു സോളം എന്ന് പറയുന്ന തമിഴ് ഡയറക്ടർക്ക് അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ അവിടുത്തെ ഓഡിഷൻ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു, ഓഡിഷൻ ചെയ്യണം എന്ന് പറയുന്നു. അപ്പം അന്നേരം എനിക്ക് തമിഴൊന്നും സംസാരിക്കാൻ അറിയില്ല. അപ്പം ഞാൻ ആ സിനിമയുടെ ഓഡിഷൻ ചെയ്യുന്നു. എന്നിട്ടും എൻ്റെ അടുത്ത് അവർ പറയുന്നില്ല യു സെലക്റ്റഡ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ തിരിച്ചു വന്ന് ഞാൻ ഡെയിലി അന്നേരം ഗൂഗിൾ ചെയ്ത് നോക്കുമായിരുന്നു, ഇന്റർനെറ്റിൽ ചെക്ക് ചെയ്യാതെ എന്തെങ്കിലും അനൗൺസ്മെന്റ് ഉണ്ടോ, അതിനെപ്പറ്റി അനൗൺസ്മെന്റ് ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ വരുന്ന മഹിമ എന്ന് പറയുന്നൊരു കുട്ടിയാണ് ഈ സിനിമയെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇത് ഞാനല്ല, എൻ്റെ പേര് ഗോപികയാണല്ലോ, മഹിമയല്ലല്ലോ. ഗോപികയാണ്. അപ്പം മഹിമ എന്ന് പറയുന്നത് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കി ഇവർ തന്നെയാണ് എൻ്റെ പേര് മാറ്റിയിട്ട് ഇവർ പബ്ലിഷ് ചെയ്തു. കാരണം മഹിമ എം നല്ലതാണ്, ന്യൂമറോളജി നോക്കുമ്പോൾ നല്ലതാണെന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ എൻ്റെ തമിഴ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ഞാൻ തമിഴിൽ ആദ്യം ചെറിയ ചെറിയ സിനിമകളിൽ നിന്നാണ് തുടങ്ങുന്നത്. ചെറിയ ചെറിയ സിനിമ ചെയ്ത് ഗ്രാജുവലി ടുക്ക് മീ more than 10 years to reach there. ഞാൻ ഒരു ഹീറോയിൻ എന്നുള്ള ഒരു സാധാരണ ഈ ചെറിയ റോൾസ് ചെയ്യുന്നവർ ആ ഒരു പോയിന്റിൽ നിന്ന് പോവുകയല്ല ചെയ്യുന്നത്, പിന്നെ ഒരു ഹീറോയിനിലേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടല്ലേ? പക്ഷെ ഞാൻ ഗിവ് അപ്പ് ചെയ്തില്ലായിരുന്നു. എനിക്കിപ്പോ ചെറിയ റോൾസ് വരുമ്പോൾ ഞാൻ ഈ സമയങ്ങളിലുണ്ടല്ലോ, അതായത് ഞാൻ ഈ ഗ്രാജുവലി ആയിരുന്നു ഗ്രോത്ത് എന്ന് പറയുന്ന ഈ സമയങ്ങളിൽ ഞാൻ എല്ലാ കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട്.